സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. പെദ്ദി എന്ന് പറയുന്ന സിനിമ. ബുച്ചി ബാബു സനയാണ് ഇതിൻ്റെ ഡയറക്ടർ. രാം ചരൺ ആണ് നായകൻ. രാം ചരൺ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള സിനിമയായിട്ടുള്ള ഗെയിം ചേഞ്ചർ. ഈ സിനിമയായിരിക്കും ഒരുപക്ഷെ ഈ പെദ്ദി എന്ന് പറയുന്ന പടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ട്. ഗെയിം ചേഞ്ചർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, സിനിമയുടെ തുടക്കത്തിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, രാം ചരണിൻ്റെ ക്യാരക്ടർ. പിന്നീട് കളക്ടറായി മാറും. പിന്നെ പടം അവസാനിക്കുമ്പോഴേക്കും CM ആയിട്ട് മാറും. ഒരു സിനിമ 3 ജോലിയാണ് ചെയ്യുന്നത്. ഈ പെദ്ദി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ക്രിക്കറ്ററാണ്, പിന്നീട് ഗുസ്തികാരനായിട്ട് മാറുന്നുണ്ട്, പിന്നീട് ഓട്ട മത്സരത്തിലും പങ്കെടുക്കുന്ന ഒരു അത്ലീറ്റായിട്ട് മാറുന്നുണ്ട്. ഒരു സിനിമ 3 വേഷം എന്ന സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥ പരിതാപകരം. ഈ ഒരു ഫോർമുലയായിട്ടാണ് രാം ചരൺ വീണ്ടും എത്തിയിരിക്കുന്നത്. പെദ്ദി ഈ വർഷം കണ്ട സിനിമകളിലെ ഏറ്റവും മോശം സിനിമാറ്റിക് എക്സ്പീരിയൻസുകൾ ഒന്നാണ്. ഈ സിനിമയുടെ DCP ഡീറ്റെയിൽസ് ആൻഡ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡ് വെൽക്കം ടു സിനിമയും ഞാനും. റിലീസിന് തലേന്നുള്ള പെയ്ഡ് പ്രീമിയർ ആയതുകൊണ്ട് ടിക്കറ്റ് ഇത്തിരി കത്തിയായിരുന്നു. ബട്ട് താങ്ക്സ് ടു കോമ്പസ് നൗ ആപ്പ് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമ കണ്ടെത്തിയത് PVR ഗോൾഡ് സ്ക്രീനിലാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് PVRന്റെ ഗോൾഡ് സ്ക്രീൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഗോൾഡ് ലോഞ്ച് ആണ്. ഗോൾഡ് സ്ക്രീനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ലോഞ്ചും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Audi 8 ആണ് ഗോൾഡ് സ്ക്രീൻ വരുന്നത്. എല്ലാ സീറ്റും റിക്ലൈനേഴ്സ് ആണ്. അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സിനിമ കാണാം എന്നുള്ളൊരു ഓപ്ഷനാണല്ലോ ഗോൾഡ് പോലുള്ള പ്രീമിയം സ്ക്രീൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. 4K ലേസറും അറ്റ്മോസ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള വെറുപ്പിക്കൽ പണം കാണാനായിട്ട് പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗോൾഡ് സ്ക്രീനാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ സിനിമയുടെ DCP ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കോപ്പ് സ്ക്രീൻസ്, അതായത് തൃശ്ശൂരുള്ള രാഗം, രേവതി, ഏരീസ്, വനിത, വിനീത തുടങ്ങിയ എല്ലാം സ്കോപ്പ് സ്ക്രീനുകളാണ്. ഈ സ്കോപ്പ് സ്ക്രീനിൽ 4K 5.1 അറ്റ്മോസ് ആണ്. അതായത് സ്കോപ്പായിട്ട് തന്നെയാണ്. വേറെ ആസ്പെക്ട് റേഷ്യോ, സ്വിച്ചിങ്ങോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ നിങ്ങൾ ഈ സിനിമ കാണുന്നത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിലാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലിപ്പോൾ എപ്പിക് സ്ക്രീനുകളുണ്ട്, PXL സ്ക്രീനുകളുണ്ട്, ഫ്ലാറ്റ് സ്ക്രീനിലല്ലാതെയും ഒരുപാടുണ്ട്. 23ഓളം ഫ്ലാറ്റ് സ്ക്രീനുകളുണ്ട്. ഈ ഫ്ലാറ്റ് സ്ക്രീനുകളാണെന്നുണ്ടെങ്കിൽ 4K 5.1 ആണ്. സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ ആണ്. ചില പെർട്ടിക്കുലർ സീക്വൻസ്, ഇതിനകത്തുള്ള ഗുസ്തി സീക്വൻസ്, ക്രിക്കറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോഴേക്കും സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ ആയിരിക്കും നമുക്കിത് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഡോൾബി സിനിമയിലും IMAXിലും ഈ പറയുന്ന ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് ഉണ്ടാവും. ആക്ച്വലി ഇതൊരു നല്ല പടമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PXL സ്ക്രീനുകൾ, എപ്പിക് സ്ക്രീനുകളിൽ, IMAX സ്ക്രീനുകളിൽ ഡോൾബി സിനിമ HDR/ബാർക്കോ സ്ക്രീനുകളിൽ ആക്ച്വലി സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഫോർമാറ്റുകളെല്ലാം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കേണ്ടതാണ്. പക്ഷേ സിനിമയുടെ അവസ്ഥ പരിതാപകരമാണ്. രണ്ടാമത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല ഈ പടത്തിൽ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സിനിമ കാണേണ്ടതാണ്. ഞാൻ ഈ സിനിമ കണ്ടിരിക്കുന്നത് PVRന്റെ ഗോൾഡ് സ്ക്രീനിലാണ്. കാരണം ഇന്നലെ പെയ്ഡ് പ്രീമിയർ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ 4DX പോലുള്ള, ഗോൾഡ് പോലുള്ള വലിയ പ്രീമിയം ഫോർമാറ്റുകളിൽ മാത്രമായിട്ടാണ് ഒരു പെയ്ഡ് പ്രിവ്യൂ വെച്ചത്. മിനിമം 600 രൂപ അല്ലെങ്കിൽ 450 രൂപ ടിക്കറ്റ് റേറ്റുള്ള സ്ക്രീനുകളിൽ മാത്രം. ഞാൻ കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. ഹൈദരാബാദ് ചില സ്ക്രീനുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് വലിയ സ്റ്റാർസിൻ്റെ പടം വരുമ്പോഴേക്കും മാക്സിമം ടിക്കറ്റ് റേറ്റ് 1000 ദിവസമാണെന്നുണ്ടെങ്കിൽ 600 രൂപ, പിന്നെ ഒരാഴ്ചത്തേക്ക് 450 രൂപ, ആ രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നോർമൽ 2.39:1 ഉള്ള സ്കോപ്പ് റേഷ്യോയിൽ നിന്ന് ചില പെർട്ടിക്കുലർ പ്രീമിയം ഫോർമാറ്റുകളെല്ലാം 1.89:1 സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. നല്ല പടമല്ല, അതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ ഞാൻ ഏതായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. ആക്ച്വലി നല്ല പടമായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. ആക്ച്വലി ഈ സിനിമ പറയുന്നത് ഒപ്രസ്ഡ് പീപ്പിളുടെ കഥയാണ്. നായകനടക്കമുള്ള ആ ഗ്രാമവാസികൾ, ആ ഗ്രാമത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആ ഗ്രാമത്തിന് ലോ ലാൻഡ് വില്ലേജ് എന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷനോ, അതായത് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ തീവണ്ടിയോ, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തേണ്ടത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ വസിക്കുന്നവർക്ക് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയില്ല. അപ്പോൾ നമ്മളെ പെദ്ദി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് ഈ പ്ലെയറിനെ ലേലം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു കിങ് ആയിട്ടാണ് പെദ്ദി നടക്കുന്നത്. പക്ഷേ ഈ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളൊരു കാര്യത്തിലാണ് ഇതിൻ്റെ കഥ വികസിക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള പെദ്ദി ആദ്യം ക്രിക്കറ്ററായിരിക്കും, പിന്നീട് അത് ഗുസ്തികാരനായിട്ട് മാറും. ഗുസ്തികാരനായിട്ട് പിന്നീട് പാരാഒളിമ്പിക്സിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ട്. ഇതിനെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാമം, അവിടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം വേണം. ഇതിനു വേണ്ടി ഇവർ എഴുതി വെച്ചിരിക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര ബോറായിട്ടാണ്, ആർട്ടിഫിഷ്യലായിട്ട്, വളരെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജഗപതി ബാബു അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടർ, പുള്ളി ആദ്യം കണ്ടാൽ മനസ്സിലാവില്ല, പ്രോസ്തറ്റിക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ആ ഒരു റോൾ ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ വളരെ 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 മോശമാണ്. അപ്പോൾ ഈ മോശമായിട്ട് എഴുതി വെക്കുമ്പോൾ അതിങ്ങനെ
എത്ര ടാലൻ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരിത് സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കിത് മോശമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ദ്രൻസിൻ്റെ കറുപ്പ് സിനിമയിലെ ഒരു പെർഫോമൻസ് കൊണ്ടാണ്. കാരണം എഴുതി വെച്ചിരിക്കുന്ന സീക്വൻസ്, ആ ഡ്രാമ, ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, പ്ലാസ്റ്റിക് ആയിട്ടുള്ള, ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ജഗപതി ബാബുവിൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെ സീരിയസ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടേണ്ട ഒരു സംഭവങ്ങളാണ് പുള്ളിക്കാരൻ അവിടെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ നമുക്കത് കാണുമ്പോൾ ചിരി വരും. കാരണം ആ സീക്വൻസിൻ്റെ സ്റ്റേജിങ് അടക്കം ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ സിനിമയിലെ ഹീറോ ചരണാണ്, വലിയൊരു ആക്ടറാണ്, വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ സ്ക്രീനിൽ വരുമ്പോൾ പുള്ളിക്കാരൻ ഒരു മാസ് ഓഡിയൻസ് ഫാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇൻട്രോ സീക്വൻസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്, ഒരു ഗുസ്തി സീക്വൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് നൽകുന്നത്. പക്ഷേ ബി ഫ്രാങ്കിനകത്ത് ഇൻട്രോ സീക്വൻസ് ആണെന്നുണ്ടെങ്കിലും റഹ്മാന്റെ നല്ലൊരു BGM കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻട്രോ സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ്, ഗുസ്തി സീക്വൻസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാവുന്നതല്ല. ആസ് എ റാം ചരൺ ഫാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവും. അതിനുള്ള സ്റ്റേക്സ് ഒന്നും ഈ പടത്തിലില്ല. പിന്നെ ഉള്ളത് 3 സ്പോർട്സ് സീക്വൻസ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ക്രിക്കറ്റ്, ഇപ്പം ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഈ റെസ്ലിംഗിലാണെന്നുണ്ടെങ്കിലും ഈ ഓട്ട മത്സരത്തിലാണെന്നുണ്ടെങ്കിലും ഈ പുള്ളിക്കാരൻ കാണിച്ചു വെക്കുന്ന കാര്യങ്ങൾക്ക് ഇത് സ്പോർട്സിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഗൂസ് ബംസ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. എന്നെ തുടക്കത്തിലെ ക്രിക്കറ്റ് സീക്വൻസ് കാണുമ്പോൾ ഇയാൾ എന്ത് കാണിച്ചാണ് ഈ ബാറ്റ് ചെയ്യുന്നതെന്ന് തോന്നും. പിന്നീട് അത് റെസ്ലിംഗ് സീക്വൻസ് ആയിട്ട് കണക്ട് ആകുന്നുണ്ട്. ആ സമയത്തെല്ലാം ഒരു എന്നുള്ളൊരു ഫീലിംഗ് അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഒരു വലിയ സ്റ്റാറിൻ്റെ പടമാണ്. ആ സ്റ്റാറിൻ്റെതായിട്ടുള്ള ഫാൻസിനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ ഈ ക്യാരക്ടർ എന്ത് ചെയ്താലും നമുക്കൊന്നുമില്ല എന്നുള്ളൊരു ഫീലാണ് ആക്ച്വലി ഈ പടം നൽകുന്നത്. പക്ഷെ രാം ചരൺ നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്, പക്ക ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ചില സീക്വൻസും കാര്യങ്ങളൊക്കെ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ഈ പെദ്ദി എന്ന് പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത്. അതൊരു ഹോസ്പിറ്റൽ സീക്വൻസ് ഉണ്ട്, ഈ ഗുസ്തിയുടെ സെമി ഫൈനൽ കഴിഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ്, പിന്നെ ക്ലൈമാക്സിൽ ഒരു സ്പീച്ച് സീക്വൻസ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ സീക്വൻസ് കണ്ട് പുള്ളി ഇംപ്രസ് ആയതായിരിക്കും. പക്ഷേ ഈ 3 മണിക്കൂറുള്ള പടത്തിൽ അതിനു മുമ്പുള്ള സീക്വൻസുകളെല്ലാം ഇതുപോലുള്ള വളരെ മെലോഡ്രാമയും വളരെ ആർട്ടിഫിഷ്യലായിട്ട് സീക്വൻസും കാര്യങ്ങളുടെ കൂടെ ഈ ഒരു സംഭവം വരുമ്പോഴേക്കും രാം ചരണിന്റെ എത്ര നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് ഡൈലൂട്ടായി പോവുകയാണ്. ഇനി ഇതിന്റെ നായിക ജാൻവി കപൂർ. ഈ ബുച്ചി ബാബു സന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഉപ്പന സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോഴും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ യൂട്യൂബ് കടുക്ക് പോകുമ്പോൾ അതിനകത്ത് കൃതി ഷെട്ടിക്ക് അന്നേരം 18 വയസ്സ് തികഞ്ഞിട്ടില്ല, മൈനറാണ്. അപ്പോൾ അതിനകത്തൊരു ബൈക്കിൽ പോകുന്ന സീക്വൻസുകളൊക്കെ ഇപ്പോഴും വാലന്റൈൻസ് ഡേക്കൊക്കെ ആൾക്കാർ സ്റ്റാറ്റസ് ഇടും. വളരെ അരോചകമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ വെച്ച് ബുച്ചി ബാബു സന അയാളുടെ സെക്ഷൽ പെർവേർഷനൊക്കെയാണ് ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് പെദ്ദി എന്നുള്ള സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു ജാൻവി, ഓൾറെഡി മൈനറൊന്നുമല്ല, മേജറാണ്. പക്ഷേ ഈ സിനിമയിൽ ജാൻവിയുടെ മുഖം കാണിക്കുന്നതിനേക്കാളും കൂടുതലും ജാൻവിയുടെ ശരീരത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ക്ലോസപ്പ് ഷോട്ടുകളാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം കട്ട്സ് ഉണ്ട് ഇതിനകത്ത്. ജാൻവിയുടെ മുഖം ഇതിന് കാണിക്കുന്നതന്നെ എന്ന് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഈ നായികയെ കാണുന്നത് മുഖത്തേക്കല്ല നോക്കുന്നത്, ഈ ശരീരം. ആ ശരീരം വളരെ വിയർഡായിട്ടുള്ള ക്ലോസപ്പ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ ജാൻവിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് തന്നെ വല്ലാതൊരു സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഒരു സിനിമയിൽ ഒരു മെയിൻ നായിക, ജാൻവിയെ പോലെ ഒരു A-ലിസ്റ്റർ നായികയെ ഇതുപോലൊരു സെക്ഷലി ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെയാണ് ഈ ക്യാരക്ടർ മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ജാൻവിയുടെ ക്യാരക്ടറിന്റെ ആവശ്യം തന്നെ ഇല്ല. ഈ ജാൻവി കപൂർ എന്ന് പറയുന്ന ആക്ട്രസിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുള്ളിക്കാരിയുടെ ശരീരത്തിന് കൊമേഴ്ഷ്യലൈസ്ഡ് കാണിക്കാറുള്ള ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, ആ ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ലാതെ ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം കഥ അങ്ങനെ തന്നെ പോയിക്കോളും. എന്തായാലും ശരീരം കാണിക്കുക എന്നുള്ളൊരു കാര്യം മനോഹരമായിട്ട് തന്നെ ജാൻവി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അഭിനയിക്കാൻ പറഞ്ഞപ്പോഴേക്കും പക്ക ഓവർ ആക്ടിങ് ആണ്. ഈ ജാൻവി എന്നൊരു ആക്ട്രസിൽ നിന്ന് ആളുകൾ എന്താണോ പ്രതീക്ഷിക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ ബുച്ചി ബാബു ബ്രോ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ജാൻവി കപൂർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വന്നിരിക്കുന്ന സീക്വൻസ്, ഈ നായകൻ ഒളിച്ചു നിന്ന് ബലമായി നായികയെ ചുംബിക്കുക, പിന്നീട് ഈ നായിക ഈ കാര്യം ചോദിക്കുമ്പോൾ പെദ്ദിയുടെ പ്രണയം ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയാണ് പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ 2026 സമയത്തും ഇതുപോലുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്ന ഒരു നായകൻ, അതിനുവേണ്ടി അത് ന്യായീകരിക്കുന്ന നായകൻ്റെ കുറേ സംഭാഷണങ്ങൾ, ഇതൊക്കെ വെക്കുമ്പോൾ ഈ തെലുങ്ക് സിനിമയിലുള്ള എനിക്കറിയില്ല ഇവരൊക്കെ എന്ത് മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും സിനിമ ഇറക്കുന്നത് എന്നുള്ളത്. കാരണം ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ജാൻവിയുടെ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടറിനെ ഇവർ അതുപോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് അറപ്പാവും. അതുപോലുള്ള കാര്യങ്ങളാണ് ഈ ബുച്ചി ബാബു സനയുടെ പടത്തിൽ, ഇപ്പോൾ ഉപ്പനയിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പെദ്ദിയിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. ജഗപതി ബാബുവിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബൊമ്മൻ ഇറാനിയുടെയും പിന്നെ ടിനു ആനന്ദിൻ്റെയും ക്യാരക്ടേഴ്സിലൂടെയാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത്. ബൊമ്മൻ ഇറാനിയുടെ ക്യാരക്ടർ
പറയാതിരിക്കുന്നത് ഭേദം. പുള്ളിക്കാരനെ കൊണ്ട് നമ്മുടെ സൂരജ് പോപ്സ് ഉണ്ടല്ലോ, മലയാളി, ഒരു മല മുഴുവൻ കയറി ഒരു ഫ്ലാഷ് ബാക്ക് ആണ്, അതായത് ഈ കഥ മൊത്തം ഫ്ലാഷ് ബാക്ക് ആണ്. സൂരജ് പോപ്സ് ആണ് പറയുന്നത്. ഈ മറ്റേ ചില സിനിമകളിലൊക്കെ ഈ നായകനെ വലിയ അതിന് പൊക്കിയടിക്കേണ്ട ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, അതാണ് സൂരജ് പോപ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൊമൻ ഇറാനിയും അതിനനുസരിച്ച് കുറേ ഇടക്കിടക്ക് കുറേ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത് ശിവരാജ് കുമാറാണ്. ശിവരാജ് കുമാറിൻ്റെ ഒരു ടവറിങ് സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഈ സിനിമേനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥിരം പക്കാ ക്ലീശ സീക്വൻസുകളൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. പിന്നെയുള്ള ദിവ്യേന്ദുവാണ്. ഇപ്പോൾ ദിവ്യേന്ദുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ പോലും ആയിരിക്കുന്നു. പക്ഷേ ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ആക്ഷൻ സീക്വൻസ് ഭയങ്കര രസമാണ്. അതായത് ഈ നായികയോട് തെറ്റായിട്ട് പെരുമാറി എന്നുള്ളൊരു പേരിലാണ് നായകൻ ഈ വില്ലന്മാരെ, അതായത് ദിവ്യേന്ദു ആൻഡ് ടീമിനെ ഇടിക്കുന്നത്. പക്ഷേ ഈ സീക്വൻസിന് മുമ്പ് നമ്മുടെ നായകൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഒളിച്ചിരുന്ന് ഇരുട്ടത്ത് നായികയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് പുള്ളിക്കാരൻ കടന്നു കളയുന്നു. അതായത് ഇവന്മാർ രണ്ടും ഒരേ ടീമാണ്, ഒരു പെണ്ണിനോട് ഇവന്മാർ രണ്ടും ചെയ്തേക്കുന്ന ഒരേ കാര്യമാണ്. പക്ഷേ നായകൻ വില്ലനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമ്മുടെ ബുജ്ജി ബാബു സന അയാൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഓക്കെ, 5 പേര് ചേർന്നിട്ടാണ് കേട്ടോ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഈ അരിവെപ്പിൻ്റെയൊക്കെ എക്സ്ട്രീം വെർഷൻ ആണെന്നുണ്ടെങ്കിൽ പറയാം. 5 പേര് എഴുതിയ തിരക്കഥയാണ് ഈ സിനിമയിലുള്ളത്. ഈ തിരക്കഥയാണ് ഈ സിനിമയിൽ ഏറ്റവും വീക്കായിട്ടുള്ളത്. പിന്നെ രത്നവേലുവിൻ്റെ DOP, ആക്ച്വലി DOP കൊള്ളാമായിരുന്നു. ഇപ്പോഴത്തെ ചില ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നവീൻ നൂലി എഡിറ്റർ, പുള്ളിയുടെ കട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഗുസ്തി സീക്വൻസ് വരുമ്പോൾ രാംചരൻ്റെ ആ ഒരു ഇൻട്രോ സീക്വൻസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ 3 മണിക്കൂറുള്ള ഈ പടം നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചെറുതാക്കാവുന്ന കാര്യങ്ങളൊക്കെ നവീൻ നൂലി ചെയ്യേണ്ടതായിരുന്നു. ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ വർക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും നൽകുന്നില്ല. പിന്നെ സാക്ഷാൽ AR റഹ്മാൻ, റഹ്മാൻ്റെ പാട്ട് ഇപ്പോൾ ചിക്കനിയാണെന്നുണ്ടെങ്കിലും നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മസ്സ മസ്സ എന്ന് പറഞ്ഞൊരു പെദ്ദി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ ഒരു ഐറ്റം ഡാൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി പുള്ളിയുടെ വർക്ക് നല്ല ഡീസൻ്റ് ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ BGM ചെയ്തിരിക്കുന്നത്, കാരണം റഹ്മാൻ നല്ല കത്ത് പണിയെടുത്തിട്ടാണ്. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ വർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ BGM ആക്ച്വലി വെറൈറ്റി ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ പുള്ളി പടത്തിൽ ഇറക്കിയിട്ടുണ്ട്. OTT റിലീസ് ആകുമ്പോൾ നമുക്ക് OST ഒറിജിനൽ സൗണ്ട് ട്രാക്കിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പെദ്ദി നല്ലൊരു അനുഭവമായിരിക്കും നൽകുന്നത്. പക്ഷേ സിനിമ അയ്യോ. അപ്പോൾ സംവിധായകൻ ബുച്ചി ബാബു സനയുടെ പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമ ഉപ്പന എന്ന് പറയുമ്പോൾ നായകൻ ഒരു അവയവം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഈ പെദ്ദിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതിലെ നായകനും ഒരു അവയവം നഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലൊരു സിനിമയാണ് ബുച്ചി ബാബു സനയുടെ അടുത്ത സിനിമ എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കട്ടിംഗ് ട്രിളജി എന്നറിയപ്പെടുന്നതെല്ലാം. ഇനി റാംചരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഗെയിം ചേഞ്ചർ, ഒരു സിനിമ 3 ജോലി, പെദ്ദിയിലാണെന്നുണ്ടെങ്കിലും 3 ജോലിയാണ്. അടുത്ത സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ റാംചരൻ്റെ വേർഷൻ ഓഫ് തൊഴിലുറപ്പ് ട്രിളജി എന്നുള്ള പേരിൽ അറിയപ്പെട്ടേക്കാം. അപ്പോൾ ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് UA 16+ ആണ്. പക്ഷേ ഇതിനകത്ത് നായകൻ നായികയോട് കാണിക്കുന്ന ഊളത്തരങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇനി നിങ്ങൾ പോയി കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു പാരൻ്റൽ ഗൈഡൻസ് കൊടുക്കുക. കാരണം ആ സ്ക്രീനിൽ കാണിക്കുന്നതെല്ലാം ഹീറോയിസം എന്നുള്ള രീതിയിലല്ല, അത് റിയൽ ലൈഫിൽ പെർവേർട്സ് കാണിക്കുന്നതാണ് എന്ന് കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പെദ്ദി എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പുതിയ സിനിമയുടെ പുതിയ റിവ്യൂസ്, പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.